നമ്മുടെ ഇടയിൽ മിക്കവാറും ആളുകൾക്കും സ്വന്തം മൂല്യം തിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവനവൻ്റെ മൂല്യത്തിന് നന്ദി പറയുകയാണ്. സ്വന്തം അറിവിനും കഴിവിനും നന്ദി. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മൂല്യം തിരിച്ചറിയാൻ പഠിക്കുന്നു. ആരെയെങ്കിലും പ്രശംസിക്കുവാനും അവരുടെ കഴിവുകളെ അഡ്മയർ ചെയ്യുവാനും നമ്മൾക്കറിയാം. പക്ഷേ വളരെ അപൂർവമായി മാത്രമാണ് നാം ഒരു നിമിഷം നിർത്തി നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നത്. എൻ്റെ മൂല്യം എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളോട് ഇങ്ങനെ ഒരു ചോദ്യം സ്വയം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ വളർന്നു വന്ന രീതിയും സമൂഹത്തിൻ്റെ രീതിയും നമ്മളെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി. തന്നെത്താൻ കമ്പയർ ചെയ്യാൻ, അവനവന് കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ, സ്വയം ഡൗട്ട് ചെയ്യാൻ, ഞാൻ മതിയാവില്ല എന്ന് ചിന്തിക്കാൻ. അതുകൊണ്ട് നമ്മൾ നമ്മളിലുള്ളത് കാണാതെ ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്നു. പക്ഷെ ഒരു സത്യം ഇതാണ്, ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒരു യുണീക്ക് വാല്യൂ ഉണ്ട്. ഈ ലോകത്ത് ആ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ആ വാല്യൂ ഉള്ളൂ. മറ്റൊരാൾക്ക് ആ വാല്യൂ ഇല്ലേയില്ല. അത് കോപ്പി ചെയ്യുവാനോ കമ്പയർ ചെയ്യുവാനോ കഴിയില്ല. അത് സ്വന്തമാണ്. നമ്മൾ മാത്രം ഈ ലോകത്തിന് നൽകുവാൻ കഴിയുന്ന ഒന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളോടൊപ്പം. ഒരു വ്യക്തിക്ക് അത് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, നൃത്തം ചെയ്യുവാനുള്ള കഴിവായിരിക്കാം, മറ്റൊരാളെ സന്തോഷിപ്പിക്കുവാനുള്ള കഴിവായിരിക്കാം, മറ്റൊരാളെ കേൾക്കാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് പഠിപ്പിക്കാനുള്ള കഴിവായിരിക്കാം, ചിലർക്ക് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കഴിവായിരിക്കാം, ചിലർക്കത് സ്നേഹത്തോടെ ആളുകളെ കണക്ട് ചെയ്യാനുള്ള കഴിവായിരിക്കാം. എന്ത് കഴിവുമായിക്കൊള്ളട്ടെ, ഈ കഴിവുകളെല്ലാം വലിയതോ ചെറുതോ അല്ല. പക്ഷെ അത് ഒരാളുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ശക്തിയാണ്. പലപ്പോഴും നമ്മൾ നമ്മളുടെ ഈ കഴിവുകളെ ചെറിയതായിട്ടാണ് കാണുന്നത്. കാരണം അത് നമുക്ക് സ്വാഭാവികമാണ്. അതിന് വലിയ വാല്യൂ ഒന്നും നമ്മൾ സ്വയം കൊടുക്കുകയുമില്ല. പക്ഷേ നമുക്ക് ഈസി ആയതൊന്ന് മറ്റൊരാൾക്ക് വളരെ വാല്യുബിൾ ആയിരിക്കാം. ഇന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു നന്ദിയുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആ അറിവിനും എൻ്റെ കഴിവുകൾക്കും എൻ്റെ മൂല്യത്തിനും നന്ദി. നമുക്ക് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഇതുപോലെ പറയാൻ പരിശീലിപ്പിക്കണം. കാരണം ഞാൻ പെർഫെക്റ്റ് അല്ലെങ്കിലും, ഞാൻ കംപ്ലീറ്റ് അല്ലെങ്കിലും എനിക്കുള്ളത് മീനിങ്ലെസ് അല്ല. എനിക്കായിട്ടൊരു വാല്യൂ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കാവാം, ഞാൻ പങ്കിടുന്ന ഒരു അനുഭവമാകാം, ഞാൻ വരയ്ക്കുന്ന ഒരു ചിത്രമാവാം, ഞാൻ പാടുന്ന ഒരു പാട്ടാവാം, ഞാൻ നൽകുന്ന ഒരു ഗൈഡൻസ് ആവാം. എന്താണെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നിറയ്ക്കുവാനുള്ള ഒരവസരം എൻ്റെ കയ്യിലുണ്ട്. ഇത് ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്ന നിമിഷമാണ് ആ വ്യക്തി കൃത്യമായി ജീവിക്കുവാൻ പ്രാപ്തി നേടുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ധനം സമ്പാദിക്കുന്നത്, പേരും പ്രശസ്തിയും നേടുന്നത് അവയെല്ലാം പ്രൈമറി ഗോൾ അല്ല. ഞാൻ നൽകുന്ന വാല്യൂ, ഞാൻ പങ്കിടുന്ന ട്രൂത്ത്, ഞാൻ ജീവിക്കുന്ന ഓതന്റിസിറ്റി, ഇവയെല്ലാമാണ് റിയൽ ഫൗണ്ടേഷൻ. ഇവ ശരിയായാൽ ധനം ഒരു ബൈ പ്രോഡക്റ്റ് ആയി വരും, മാന്യത ഒരു ബൈ പ്രോഡക്റ്റ് ആയി വരും, ഇമ്പാക്റ്റ് സ്വാഭാവികമായി ഉണ്ടാവും. പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്. ഞാൻ എൻ്റെ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യണം. വേറൊരു വ്യക്തി അല്ല റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഞാൻ എൻ്റെ കഴിവുകൾ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ ഇരിക്കണം. ഈ 3 കാര്യങ്ങളും നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിച്ചിരിക്കണം. ഈ കണ്ടീഷൻ പരിശീലിപ്പിച്ചിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഒരു നിമിഷമെടുത്ത് ചിന്തിച്ചു നോക്കാം. മറ്റുള്ളവരെ നോക്കാതെ, സ്വന്തം അനുഭവങ്ങൾ നോക്കാതെ സ്വന്തം ഉള്ളിലേക്ക് നോക്കൂ. എനിക്കുള്ള പ്രത്യേകത എന്താണ്? എനിക്ക് നാച്ചുറലി കുറേ കാര്യങ്ങൾ തോന്നും. അതെന്താണ്? എൻ്റെ പ്രസൻസ് കൊണ്ട് എന്നോടൊപ്പമുള്ളവർക്ക് എന്ത് ഫീലായിരിക്കും ഉണ്ടാവുക? ഇതാണ് നിങ്ങളുടെ റിയൽ വാല്യൂ. അത് വലിയതാണോ ചെറിയതാണോ എന്ന് നോക്കണ്ട, റിയൽ ആണോ എന്ന് മാത്രമേ നോക്കാവൂ. ഇന്നു മുതൽ സ്വന്തം മൂല്യം ചെറുതാക്കുന്നത് നിർത്തൂ. സ്വന്തം അനുഭവങ്ങളെ പരാതിയുടെ രൂപത്തിൽ പറയുന്നത് നിർത്തൂ. ഇത് കണ്ടാണ് നമ്മുടെ മക്കളും വളരുന്നത്. സ്വന്തം കഴിവുകൾ ഹൈഡ് ചെയ്യുന്നത് നിർത്തൂ. കാരണം
നിങ്ങൾ നൽകുന്ന മൂല്യം ഈ ലോകത്തിന് ആവശ്യമുള്ളതാണ്. ഈ ലോകത്തിലേക്ക് ഈ പ്രകൃതി നിങ്ങളെ കൊണ്ടുവന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു സ്ഥാനമുണ്ട്. ഒരു ചെറിയ നന്ദിവാചകം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം. അവനവനെ മോട്ടിവേറ്റ് ചെയ്യുവാൻ ഈ ലോകത്ത് വേറെ ഒരു വ്യക്തിക്കും സാധിക്കില്ല. അതൊക്കെ ഹെൽപ്പാണ്. പക്ഷേ സ്വന്തം ഉള്ളിൽ നിന്ന് എപ്പോൾ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നു, ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാകുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. എൻ്റെ അറിവിന് നന്ദി, എൻ്റെ കഴിവിന് നന്ദി, എൻ്റെ മൂല്യത്തിന് നന്ദി. കാരണം അത് തന്നെയാണ് എന്നെ ഞാനാക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയും ആദ്യം പഠിപ്പിക്കേണ്ടത് സ്വയം മൂല്യം കൊടുക്കാനാണ്. ഇത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ എത്തിയിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ്. പക്ഷേ കുട്ടിപ്രായത്തിലെ നമ്മൾ അവരെ കൊള്ളില്ല എന്ന് പറഞ്ഞ് അവരുടെ കഴിവുകൾ അടച്ചു വെച്ചാൽ ഒരിക്കലും അവർ വളരില്ല, വികസിക്കില്ല. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബാല്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടും അടച്ചു വച്ചിട്ടുണ്ടാവും. അതെല്ലാം പുറത്തെടുക്കാൻ സമയമായി. പാട്ടുപാടാൻ കഴിവുള്ളവർ പാട്ട് പാടുക, സ്വന്തം സന്തോഷത്തിന് വേണ്ടി പാടുക. ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ ഡാൻസ് കളിക്കുക. പ്രസംഗം പറയാൻ കഴിവുള്ളവർ അത് ചെയ്യുക. എനിക്ക് പ്രായമായി, ഇനി ഞാൻ ചെയ്യില്ല എന്ന് വെക്കരുതേ. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാം. അവനവൻ മാത്രമേ അവനവനുണ്ടാവൂ. മറ്റൊരാൾ വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുമെന്നോ നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുമെന്നോ കരുതേണ്ട കാര്യമില്ല. സ്വയം ഉള്ളിലേക്ക് നോക്കുക, ചോദിക്കുക. അവിടെയുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. ഇറ്റ്സ് മീ സുധാചന്ദ്രൻ.